വോയിസ് റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിനു ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്കു കയറി. രാത്രിയായപ്പോഴും അവനവിടെ തനിച്ചായിരുന്നു. വിജനതയിലേക്കുള്ള ഈശോയുടെ പിൻവാങ്ങൽ പ്രാർത്ഥിക്കാനും മൗനത്തിനും അതുവഴി പിതാവിലേക്കുമുള്ള യാത്രയായിരുന്നു. ഈ നോമ്പുകാലം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങളിൽ വേറിട്ടിരിക്കാനുള്ള, അതായത് ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു പ്രത്യേക ക്ഷണമാണ് നൽകുക. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നാം മൗനത്തിൽ അല്ലെങ്കിൽ നിശബ്ദതയിലേക്ക് കടന്നു വരണം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന സങ്കീർത്തന വചനം ഇവിടെ പ്രസക്തമാണ്. മിണ്ടാതിരിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ വാക്കുകൾക്ക് മൗനത്തേക്കാൾ പ്രകാശമുണ്ടായിരിക്കണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നതും മാറ്റങ്ങൾ വരുത്തുന്നതുമായി മാറണം. ആത്മീയത എന്നത് കുറച്ചുകൂടി നിശബ്ദമാകാനുള്ള ഒരു ക്ഷണമാണ്. ഈശോ അതാണ് മരുഭൂമിയിലേക്ക് പോയത്. നിശബ്ദത ഓരോരുത്തർക്കും അവനവരിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയാണ്. നിശബ്ദതയിൽ സ്വയം കണ്ടെത്തലുകൾ ഉണ്ടാകും. സ്വയം തിരുത്താനും നമ്മെ തന്നെ കണ്ടെത്താനുമുള്ള ഒരു അവസരമാകട്ടെ ഈ നോമ്പിൻ്റെ ദിനങ്ങൾ. ഭക്ഷണം ഉപേക്ഷിക്കുന്നത് മാത്രമല്ല ഉപവാസം, അത് ദൈവസ്വരം കേൾക്കാനുള്ള ശ്രമമാണ്. ഒപ്പം പലതിനോടും അരുത് എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസവും. നാം നമ്മുടെ മക്കൾക്ക് എല്ലാ ഭൗതിക സംഗതികളും കൊടുക്കുന്നു: ഭക്ഷണം, വസ്ത്രം, ലാപ്ടോപ്പ്, മൊബൈൽ എന്നിങ്ങനെ. എന്നിട്ടും നാം നമ്മുടെ വീടുകളിൽ കേൾക്കുന്ന പരാതി എന്താണ്? മാതാപിതാക്കൾ തങ്ങളെ വേണ്ടത്ര സ്നേഹിക്കുന്നില്ല എന്ന് മക്കൾ പരാതി പറയുന്നു. ഭർത്താവ് വേണ്ടത്ര സ്നേഹിക്കുന്നില്ല എന്ന് ഭാര്യ, തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് ഭർത്താവ്. എന്താണ് പ്രശ്നം? ദൈവമില്ലാതെ, സ്നേഹമില്ലാതെ എന്തു കൊടുത്താലും മനുഷ്യന് തൃപ്തി വരില്ല. ഇതുതന്നെയാണ് പിശാച് ഈശോയോട് പറഞ്ഞത്: കല്ലുകൾ അപ്പമാക്കൂ, അവർക്ക് അപ്പം കൊടുക്കൂ. ഭൗതികമായ അപ്പം, ദൈവമില്ലാത്ത അപ്പം. എന്നാൽ അപ്പം കൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാനാവില്ല. ദൈവവും സ്നേഹവും അവർക്ക് വേണം. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊടുക്കണം. ദൈവമില്ലാത്ത അപ്പം കൊടുത്താൽ അത് ഉദരത്തിൽ വിഷമായി മാറുകയും നമ്മെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കല്ലുകൾ അപ്പമാക്കി മാറ്റി ലോകത്തിൻ്റെ വിശപ്പ് മാറ്റാൻ ഈശോ വിസമ്മതിച്ചത്. ദൈവവചനം കേൾക്കാൻ മനസ്സുള്ള ജനത്തിന് ഈശോ അപ്പം നൽകി. ആ അപ്പം വചനമുള്ള അപ്പമായിരുന്നു, ദൈവമുള്ള അപ്പമായിരുന്നു. അത് ജീവനിലേക്ക് നയിക്കുന്ന അപ്പമായിരുന്നു. ഈ നോമ്പുകാലത്ത് നമ്മുടെ മൗനം, പ്രാർത്ഥനകൾ, അതിനേക്കാൾ ഉപരി നമ്മുടെ സംസാരങ്ങൾ മറ്റുള്ളവർക്ക് വലിയ മാതൃകയായി മാറട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മീയ വിശപ്പ് മാറ്റി സ്വർഗോന്മുഖരായി ജീവിക്കാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.